നമസ്തേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിലാണ് കേട്ടോ. ആര്യങ്കാവ് ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറേക്കാണ്. സുഹൃത്താണ് പ്രജീഷേണ്ണാണ്. പ്രജീഷേണ്ണെ ഒരു 5 വർഷത്തെ പരിചയമാണ്. 1-2 തവണ നേരിട്ട് കണ്ടുള്ളൂ എന്നുള്ളത്. 4 വർഷം മുമ്പ് ഇതേ ഒരു ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രജീഷയുടെ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവിടെ പ്രധാനമായിട്ടുള്ളത് കൂത്താട്ടാ. കൂത്തെന്ന് വെച്ചാൽ തോൽപ്പാവക്കൂത്ത്. അപ്പോൾ ഇന്നലെ തുടങ്ങിയില്ല, ഇന്നലെ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രജീഷേട്ടാ പറയൂ. അപ്പോൾ നമ്മൾ ആര്യങ്കാവ് ക്ഷേത്രത്തിലാണ്. അതെ, ഉത്സവം തുടങ്ങി. അതെ, പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഉത്സവത്തിന്റെ? ഇവിടുത്തെ ഈ ഒരു പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആര്യങ്കാവില് ആനകളില്ല, കുതിരകളാണ്. 14 ദേശത്തുനിന്ന് കുതിരകൾ വരും. അതായത് ഈ ഒരു പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 96 ദേശങ്ങളിൽ വരുന്ന ഒരു പൂര. 96 ദേശങ്ങളുടെ പൂരാണ്. 96 ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓങ്ങല്ലൂര് മാട് മുതൽ കണ്ണിയമ്പുറം തോട് വരെ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ 96 ദേശങ്ങൾ ഉൾപ്പെടുന്ന പൂരാണ് ആര്യങ്കാവ് പൂരം. പിന്നെ 14 കുതിരകളും അതുപോലെ 3 സെറ്റ് കാളകളാണ് ഇവിടുത്തെ പ്രത്യേകത വരുന്നത്. പിന്നെ മീനമാസം 1-ാം തീയതി കൂത്ത് തുടങ്ങി. മീനമാസം 1-ാം തീയതി കൂത്ത് തുടങ്ങിയിട്ട് കൂത്തുമാടാണ്. ഇതാണ് കൂത്തുമാടാണ്. മീനമാസം 1-ാം തീയതി കൂത്ത് തുടങ്ങിയിട്ട് മീനമാസം 21-ാം തീയതി കൂത്ത് അവസാനിക്കും. ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇവിടുത്തെ കൂത്തിന്റെ പ്രധാനം. അത് തന്നെയാണ്. അതെ, അതായത് മീനമാസം 1-ാം തീയതി കൂത്ത് തുടങ്ങിയ ശ്രീരാമന്റെ അവതാര ജനനം മുതൽ 21-ാം തീയതി ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കൂത്തിലത്തെ കഥാസന്ദർഭങ്ങളാണ് ഇവിടെ കൂത്തില് പരാമർശിക്കും. അപ്പൊ അതൊക്കെ ലാസ്റ്റ് ദിവസം കുതിരവരവോടുകൂടിയാണ് ഉത്സവം. കുതിരവരവ് എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ തലേ ദിവസം ഏപ്രിൽ 4-ാം തീയതിയാണ് പൂരം വരിക. ഏപ്രിൽ 3-ാം തീയതി രാത്രിയാണ് കുതിരക്കളി. കുതിരക്കളി പൂരം, അങ്ങനെ 2 വിശേഷ ദിവസങ്ങളാണ്. കുതിരക്കളി ഏപ്രിൽ 3-നാണ്. 3-ന് കുതിരകൾ വരുന്നതോട് കൂടി ത്രാങ്ങാലി ദേശത്തിന്റെ കുതിരയാണ്, എണക്കുതിരകളാണ് ആദ്യം വരെ. അത് കഴിഞ്ഞാൽ മാന്നനൂര്, വെള്ളിയാട്. മാന്നനൂര് പറഞ്ഞ എന്റെ നാട്. മാന്നനൂര്, വെള്ളിയാട്, അങ്ങനെ ചുടാൽത്തൂര്, നെടുങ്ങോട്ടൂര്, അങ്ങനെ കുറെ കുതിരകൾ അന്ന് രാത്രി വരും. പിറ്റേ ദിവസം പൂരത്തിനും അതുപോലെ തന്നെ കുറച്ച് കുതിരകൾ വരും. കവളപ്പാറ, കാരേക്കാട്, പൂനത്ര, തെക്കുമുറി, വടക്കുമുറി, ചെറുകാട്ടുപുലത്തെ ഒരു പണ്ടാര കുതിരയാണ് മെയിനായിട്ടൊരു ഹൈലൈറ്റ്. പണ്ടാരക്കുതിര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീമാകാരമായ ഒരു കുതിര. അത് അധികം ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വൈറ്റ് തുണി കൊണ്ട്. അപ്പൊ ഈ കുതിരകളില്ലേ, ഇത് ഓരോ വർഷം പുതിയത് ഉണ്ടാക്കുന്നതാണോ അതോ പഴയത് തന്നെ അങ്ങനെയാണ്? അല്ല, ഇത് ഓൾറെഡി കുതിര തല, കുതിര തണ്ട്, കുതിരയുടെ മുള്ള് എന്നൊക്കെ പറയും. അതൊക്കെ ഓൾറെഡി പഴയ തന്നെയാണ്. അത് നമ്മൾ അതില് ഈ പൂരം ആയിക്കഴിഞ്ഞാൽ പൂരത്തിന്റെ 1-2 ദിവസം മുന്നേ പല ദേശങ്ങളിലും കുതിരയെ കെട്ടാൻ തുടങ്ങും. അതൊരു ചടങ്ങാണ്. കുതിരയെ കെട്ടുക, അതേപോലെ കുതിരയ്ക്ക് തല വെക്കുക, അതൊക്കെ ഒരു ചടങ്ങാണ്. തല വെക്കുക ചെറുകുതിരകാല പൂരത്തിന് ഇതേപോലെ അതാണ് ഞാൻ കണ്ടത്. അതുപോലെ കുതിരയ്ക്ക് തല വെക്കൽ ഭയങ്കര ചടങ്ങാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ ആനയില്ലാത്ത പൂരം. ആനല്ല. മേളങ്ങളൊക്കെ എങ്ങനെയാ? മേളങ്ങള് പഞ്ചാരിമേളം. പാണ്ടിമേളം ഉള്ളിലേക്ക് അങ്ങനെ പാണ്ടിമേളം അല്ലെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. പഞ്ചാരിമേളം, പിന്നെ പഞ്ചവാദി ഉണ്ടാവും, പിന്നെ താഴമ്പക, ക്ഷേത്രകലകള് എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ 21 ദിവസം പരിപാടികൾ, പ്രാദേശിക പരിപാടികളായിട്ടും അതുപോലെ പ്രൊഫഷണൽ ടീമിന്റെ പരിപാടികളായിട്ടും എല്ലാ പരിപാടികളും. ഇന്നലെയാണ് പൂരം തുടങ്ങി. ഇന്നലെയാണ് പൂരം. ഭഗവതിയാണ് പ്രതിഷ്ഠ. ഇവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. പിന്നെ ഈ ക്ഷേത്രത്തിന് കുതിര, ക്ഷേത്രത്തിന്റെ കുതിര എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ തോഴി, ആര്യങ്കാവിൽ നമ്മുടെ തോഴി എന്ന് പറഞ്ഞാൽ മുണ്ടായി കുടിച്ച് പറഞ്ഞിട്ടൊരു പെൺകുതിര ഉണ്ട്. അതും ഷൊർണൂർ മുണ്ടായ ദേശത്തു നിന്ന് വരുന്ന കുതിരയാണ്. ആര്യങ്കാവിൽ നമ്മുടെ തോഴി എന്നാണ് ആ കുതിര അറിയുന്നത്. സങ്കല്പം. ഭഗവതിയെ പുറത്തേക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നേൽപ്പിക്കുന്ന ചടങ്ങ് പറഞ്ഞില്ല. ഇവിടെ പൂരം ദിവസം പകൽപൂരം തുടങ്ങണമെങ്കിൽ മുണ്ടായ ദേശത്തു നിന്നുള്ള ആര്യങ്കാവിൽ നമ്മുടെ തോഴിയായ മുണ്ടായി കുടിച്ച് അത് ഉച്ചയ്ക്ക് ഒരു 1:30 കൂടിയിട്ട് ആര്യങ്കാവിന്റെ പടിഞ്ഞാറ നടയിൽ മുണ്ടായി കുടിച്ച് വന്നിരിക്കും. ഇത് കേട്ടത് പടിഞ്ഞാറ നടയിൽ മുണ്ടായി കുടിച്ച് വന്നിരിക്കുന്നതോട് കൂടിയിട്ടാണ് പകൽപൂരം ആരംഭം. പിന്നെ അവിടുന്ന് കണ്ട് ഉച്ചയ്ക്ക് ഓരോ കുതിരകളായിട്ട് കളിക്കുന്നത്. ഇവിടെയാണ്, ഈ ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടില്ല, തിരുമുറ്റത്താണ് കുതിരകൾ. തിരുമുറ്റത്ത് ക്ഷേത്രത്തിന്. അങ്ങനെയൊക്കെയാണ് പ്രത്യേകത. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് 20 ദിവസം പൂരത്തിന് 20 ദിവസം പൂരത്തിന് നാളുകളാണ്. എല്ലാവരും ആ ഒരു ത്രില്ലിലാണ്.
OP ബാലകൃഷ്ണൻ സാർ എഴുതിയ കവളപ്പാറ ചരിത്രവും പൈതൃകവും എന്ന പുസ്തകത്തിൽ ആര്യങ്കാവിലമ്മയും കവളപ്പാറ സ്വരൂപവും തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ട്. വേണാടുവാണ പെരുമാൾമാരിൽ അവസാനത്തെ പെരുമാളായിരുന്ന രാമവർമ്മ കുലശേഖര പെരുമാൾ ക്രിസ്തുവർഷം 1090 മുതൽ 1102 വരെ ഭരണം നടത്തിയിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. കവളപ്പാറ സ്വരൂപത്തിൻ്റെ ഉത്ഭവം ഇക്കാലയളവിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. കവളപ്പാറ നായർക്ക് ചിറ്റൂർ താലൂക്കിലും പാലക്കാട് താലൂക്കിലും ദേശങ്ങളുണ്ട്. എന്നാൽ കണ്ണിയമ്പുറം തോട് മുതൽ പടിഞ്ഞാറോട്ട് ഓങ്ങല്ലൂർ മാട് വരെയും തെക്ക് ഭാരതപ്പുഴ മുതൽ വടക്ക് മുണ്ടക്കോട്ട് കുരിശി വരെയും മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണാധികാരം ഉണ്ടായിരുന്നത്. ആര്യങ്കാവിലമ്മയും കവളപ്പാറ സ്വരൂപവും തമ്മിലുള്ള ബന്ധവും കൊട്ടാരത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള ചരിത്രവും കൂടി നമുക്ക് നോക്കാം. വേണാട്ട് രാജാവ് രാമവർമ്മ കുലശേഖരൻ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു അംഗരക്ഷകനെ രഹസ്യമായ ഒരു അടിയന്തര സന്ദേശം നൽകി പാണ്ഡ്യരാജാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. കൊല്ലം ചെങ്കോട്ട വഴി ആര്യങ്കാവ് ചുരത്തിലൂടെ വളരെ രഹസ്യമായി മധുരയിൽ എത്തിച്ചേരണം എന്നായിരുന്നു നിർദ്ദേശം. അദ്ദേഹം ഏകനായി കുതിരപ്പുറത്ത് യാത്ര തുടർന്നു. പകൽ പോലും ഇരുട്ട് നിറഞ്ഞ കാട്ടിലൂടെ ബഹുദൂരം പിന്നിട്ടു. സൂര്യൻ അസ്തമിച്ചു. കുതിരക്കുളമ്പടി നാദം മാത്രം നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. നേരം പാതിരാവായി തുടങ്ങി. രാക്കിളികളുടെ രോദനങ്ങൾ കാടിനെ കൂടുതൽ ഭയാനകമാക്കി. കുളമ്പടി ശബ്ദം കേട്ട് ആ കൊടുംകാട്ടിൽ താവളമടിച്ചിരുന്ന 15ഓളം കൊള്ളക്കാർ കുതിരയെ വളഞ്ഞു. തോളിലുള്ള ഭാണ്ഡത്തിൽ നല്ല കോളായിരിക്കുമെന്ന് അവർ കരുതിയിരിക്കണം. യുദ്ധം ചെയ്ത് ജയിക്കാം. കയ്യിൽ വാളുണ്ട്. കൊള്ളക്കാരുടെ കയ്യിലാണെങ്കിൽ നിറയെ മാരകായുധങ്ങളാണ്. തോറ്റുപോയാൽ, തൻ്റെ കയ്യിലുള്ള രഹസ്യ സന്ദേശം നശിപ്പിക്കപ്പെട്ടാൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്തപ്പോൾ അയാൾ വിറച്ചുപോയി. ഏതായാലും മരണം തീർച്ചപ്പെടുത്തി. വിയർത്തു കുളിച്ചു. കാട്ടിലെ കാവൽ ദേവതയായ ആര്യങ്കാവിലമ്മയെ ഉറക്കെ വിളിച്ചു. അമ്മേ, അമ്മേ രക്ഷിക്കണേ. കുതിരപ്പുറത്തു നിന്നിറങ്ങിയില്ല. കൊള്ളക്കാർ അടുത്തെത്തി. അമ്മേ, അദ്ദേഹം ഉറക്കെ വിളിച്ചു. കാട്ടിൽ ആ ശബ്ദം മാറ്റൊലി കൊണ്ടു. ദൂരെ നിന്നും കുതിരകളുടെ കുളമ്പടിനാദം അടുക്കുന്നു. അശ്വാരൂഢരായ കുറെ ഭടന്മാർ കയ്യിൽ വാളുകളുമായി എത്തി കൊള്ളക്കാരുമായി ഏറ്റുമുട്ടി. ഈ തക്കം നോക്കി യുവാവ് തൻ്റെ കുതിരയെ അതിവേഗം ഓടിച്ചു മധുരയിലെത്തിച്ചു. സന്ദേശം നൽകി യുവാവ് മറുപടിയും വാങ്ങി മറ്റൊരു വഴിയിലൂടെ തിരിച്ചെത്തി. വളരെ വൈകിപ്പോയിരുന്നു. വിവരങ്ങളെല്ലാം കേട്ട് പെരുമാൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. മധുരയിലെ മറുപടി നമുക്കനുകൂലമാണ്. സാരമില്ല, ഇതാ ഈ വാൾ എടുത്തുകൊള്ളൂ. എന്നിട്ട് ഭാരതപ്പുഴക്കരയിൽ നിന്നും എന്തു ത്യാഗം സഹിച്ചും ആവശ്യമുള്ള സ്ഥലം വെട്ടിപ്പിടിച്ച് അവിടെ നാടുവാഴിയായി വാഴുക. അമ്മ കൂടെയുണ്ടാകും. പിന്നെ ഒട്ടും താമസിച്ചില്ല. രത്നകവചിതമായ അധികാരവാളുമായി വടക്കോട്ട് യാത്രയായി. നീലാനദിയുടെ വടക്കേ കരയിൽ കൊച്ചിയുടെ അതിർത്തിയിൽ സാമൂതിരിയുടെ കുറേ സ്ഥലം വെട്ടിപ്പിടിച്ച് നാടുവാഴിയായി വാണു തുടങ്ങി. വലിയൊരു കൊട്ടാരവും പണിതു. ഇതിനാവശ്യമായ എല്ലാ സഹായവും പെരുമാൾ ചെയ്തു കൊടുത്തു. തൻ്റെ ഇന്നത്തെ ഉന്നതിക്ക് കാരണക്കാരിയായ ആര്യങ്കാവ് ചുരത്തിലെ ദേവിയെ അദ്ദേഹം മനസ്സ ആരാധിച്ചു തുടങ്ങി. അവിടെ നിന്നും ദേവിയെ തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ആര്യങ്കാവ് ചുരത്തിലെത്തി വ്രതം ആരംഭിച്ചു. തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. തന്നെ സഹായിച്ച ദേവി തൻ്റെ നാട്ടിലേക്ക് എഴുന്നള്ളണമെന്നും തൻ്റെ പരദേവതയായി വാഴണമെന്നും അപേക്ഷിച്ചു. ദേവി സമ്മതിച്ചു. നടന്നോളൂ, ഞാൻ പിറകെയുണ്ട്. ഭാരതപ്പുഴ വരെ ദേവി എത്തി. നായർ വീണ്ടും നടക്കുകയാണ്. ഭാരതപ്പുഴക്കരയിലെത്തിയ ദേവി ഭാരതപ്പുഴയിൽ നീരാട്ടു നടത്തുകയായിരുന്ന ഏതോ മനക്കിലെ 3 കൊമ്പനാനകൾ ദേവിയുടെ രൂപം കണ്ട് പരിഭ്രാന്തരായി ദേവിയെ ആക്രമിക്കാനൊരുങ്ങി. ദേവിയുടെ കണ്ണിൽ നിന്നും മുതിർന്ന തീപ്പൊരി 3 ആനകളെയും നിർവീര്യമാക്കി. ഇവ പാറക്കെട്ടുകളായി മാറിയത്രേ. ഇതോടെ ദേവി ആനവിരോധിയായതായും പറയപ്പെടുന്നു. തൻ്റെ കൊട്ടാരത്തിൽ ദേവിയെ താന്ത്രികനായ കല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശമനുസരിച്ച് ക്ഷേത്രം പണിത് കുടിവെച്ചു. അതാണ് പ്രസിദ്ധമായ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം. ആര്യങ്കാവിൽ നിന്നും ആവാഹിച്ചു കൊണ്ടുവന്ന ദേവിയാണ്. ആര്യങ്കാവ് ചുരത്തിലെ അമ്മയാണ് ആര്യങ്കാവിലമ്മയായി ഇന്നും അറിയപ്പെടുന്നത്. ആനപ്പാറയായി മാറിയ പുഴക്കരയിലെ പാറക്കൂട്ടങ്ങൾ നാട്ടുകാരുടെ ആവശ്യത്തിനനുസൃതമായി അപ്രത്യക്ഷമായി കഴിഞ്ഞു. എന്നാൽ ദേവിയുടെ ആനവിരോധം ഇന്നും തുടരുന്നു. പടിഞ്ഞാറന്നല്ലേ ഇത്? പടിഞ്ഞാറേത്. ഇതിലാണ് മറ്റേ മുണ്ടായിക്കുറിശി മുണ്ടായക്കുറിശി കുതിര വന്നല്ലേ?
അത് അവിടെ നടുക്ക വന്ന് നിൽക്കും. അണ്ട് അത് പടിഞ്ഞാറൻ നട കൂടിയാണ് അകത്ത് കയറുന്നത്. ബാക്കിയൊക്കെ മുന്നിൽ കൂടെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന കുതിരകളൊക്കെ പടിഞ്ഞാറൻ നടക്കുന്നത്. ചൂടാൽത്തൂര്, നെടുങ്ങോട്ടൂര്, ഉണ്ടായിക്കുറിച്ചി, അതെല്ലാം ഈ പടിഞ്ഞാറൻ നടക്ക കൂടെ കയറും. കവളപ്പാറയുടെ ചരിത്രവും ഐതിഹ്യം എന്ന ഈ പുസ്തകം എഴുതിയ OP ബാലകൃഷ്ണൻ സാറിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടാലോ. സാറിന്റെ പേര്? എന്റെ പേര് OP ബാലകൃഷ്ണൻ, കളപ്പാറ. കളപ്പറ. ഈ ആര്യങ്കാവിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് ഒരു വേണാട് സ്വരൂപമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏതാ? വേണാട് സ്വരൂപം. വേണാട് സ്വരൂപം. വേണാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ വേണാട് സ്വരൂപത്തിന് ഒരു പടനായകന്, അന്നത്തെ അന്നത്തെ എന്താ പറയുക കുലശേഖരവർമ്മ പെരുമാള് ഒരു പടനായകനെ പാണ്ഡ്യരാജ്യത്തേക്ക് പറഞ്ഞേക്കാണ്. പാണ്ഡ്യ ഒരു സന്ദേശം കൊണ്ട് പറഞ്ഞേക്കാണ്. പക്ഷെ അന്ന് കൊല്ലം, ചെങ്കോട്ട, ആര്യങ്കാവ് ചുരത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശം ഒരുപാട് കൊള്ളക്കാര സങ്കേതമാണ്. ഈ അന്നൊക്കെ പഴയ കാലത്തൊക്കെ ഒരു 1000 കൊല്ലം മുമ്പത്തെ തീർത്ഥാണ്. പഴയ കാലത്തൊക്കെ ഒരു ബാണത്തിലൊക്കെ ആക്കിയിട്ട് പോവാ. ഇവർ പോകുമ്പോൾ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മേടിച്ചിട്ട് ഇവർ ആക്രമിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ആയുധാര്യം എല്ലാം ഉണ്ട്. 10-15 പേര് ഒന്നിച്ചു വന്നപ്പോൾ അദ്ദേഹം പറ്റാതെ. അപ്പൊ അദ്ദേഹം ഉടനെ ആര്യങ്കാവ് ചൂരം, ആര്യങ്കാവ് അമ്മ രക്ഷിക്കണേ എന്നവർക്ക് പ്രാർത്ഥിച്ചു. അപ്പൊ ഇവിടുന്ന് കുറെ ആൾക്കാർ, കുറെ കൂട്ടപ്പെട്ട ആൾക്കാർ വന്നിട്ട് മറ്റേ കൊള്ളക്കാരായിട്ട് ഏറ്റുമുട്ടി ഈ ജില്ലയുടെ അദ്ദേഹം രക്ഷപ്പെട്ട് പാണ്ഡ്യരാജ്യത്ത് പോയി സന്ദേശം കൊടുത്ത് തിരിച്ചു വന്ന് ഇവിടെ വന്നപ്പോ ഇയാൾക്ക് എന്താ പറയുക വേണാടരാജ സന്തോഷമായി, മറുപടി നമുക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഇത് ഒരു ഉറവാട് തരാം, നിങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ട് ഈ ബാരപ്പോട് അക്കരെ വന്നിട്ട് ചത്തും കൊന്നും കിട്ടാവുന്ന ദേശമോ പിടിച്ചടക്കി അവിടെ നാടുവാഴിയായി വാണുകൊള്ളുകയെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് 96 ദേശം പിടിച്ചടക്കി ഒരു നാടുവാഴിയായിട്ട് വാണു. അപ്പൊ ഇതിനിടയ്ക്ക് നാടുവാഴിയായിട്ട് വാണ ഉടനെ അദ്ദേഹത്തിന് തോന്നി ഈ ഉയർത്തിക്കാരനും ആര്യങ്കാവ് ചുരത്തിൽ അമ്മയാണ്, ഈ അമ്മ തൃപ്തിപ്പെടുത്തി എന്റെ നാട്ടിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരണം എന്ന് സങ്കല്പിച്ച് വേണാട് ആര്യങ്കാവ് ചുരത്തിൽ പോയി അവിടെ തപസ്സിരുന്നു എന്നാ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ദേവി പ്രത്യക്ഷപ്പെട്ടു, നാട്ടിലേക്ക് വരാൻ പുറപ്പെട്ടു. അങ്ങനെ ആവാഹിച്ച് കൊണ്ടുവന്ന് ഇവിടെ കുടിയിരിച്ച് പ്രസിദ്ധമായിട്ട് ആര്യങ്കാവ് ചുരത്തിൽ അമ്മ ആര്യങ്കാവ് അമ്മയായിട്ട് അറിയപ്പെടുന്നത്. ഇത് ഏകദേശം എത്ര നൂറ്റാണ്ട് മുന്നത്തെ ഒരു കഥയാണത്? ഏതാണ്ട് 900 കൊല്ലം മുമ്പത്തെ കഥ. 900 വർഷം മുന്നത്തെ അല്ലേ? ഈ നമ്മുടെ ഈ കവളപ്പാറ കൊട്ടാരത്തിന്റെ വകയായിരുന്നു ക്ഷേത്രം? കൊട്ടാരത്തിന് കഥയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കവളപ്പാറ സ്വരൂപത്തിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സ്വരൂപത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് AD 1090 1120 ഉള്ളിലാണ് കവളപ്പാറ സ്വരൂപത്തിന്റെ ഉത്ഭവം. ആ കാലത്താണ് അവസാനത്തെ കൊടസേര പെരുമാള് വേണാട് വാണ്ടിരുന്നത്. ഇത് ശരിക്കും കവളപ്പാറ സ്വരൂപത്തിന്റെ ക്ഷേത്രമാണോ ഇത്? ഈ ക്ഷേത്രം കളപ്പാറ അന്ന് കുറെ ക്ഷേത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞ പിന്നീട് അതിനുശേഷം ആര്യങ്കാവമ്മ ഇവര് പരദേവരായിട്ട് പ്രതിഷ്ഠിക്കാണ്ട്. അപ്പൊ ഇത് ആ കാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങളോടും ഇവിടെ എല്ലാ പ്രദേശവും 96 കേസുണ്ട് എല്ലാ സ്ഥലത്ത്. അപ്പോൾ എല്ലാ ശിവക്ഷേത്രങ്ങളും പണിതു. ശിവനെ തൊഴുതിന് ശേഷം അമ്മയെ തൊഴുക, മകളെ തൊഴുക, ശിവന്റെ മകളാണ് സങ്കല്പം. തൊഴിട്ട് വരാനുള്ള സങ്കല്പത്തിലാണ് എല്ലാ ഭാഗത്തും ശിവക്ഷേത്രം തൊഴിട്ട് വരാനുള്ള സങ്കല്പത്തിൽ. അങ്ങനെയാണ് ഈ ആര്യങ്കാവിൽ അമ്മ പ്രതിഷ്ഠ ഗംഭീരമായിട്ട് കാണുന്നത്. ഈ ഇതിന്റെ പൂരം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു കാലത്ത് ഇവിടുന്ന് അതിന്റെ ഉടവാള് സാമൂതിരിയുടെ സ്ഥലത്തിന് കൈവശപ്പെടുത്തിയിട്ടുള്ള ആ ഉടവാള് സാമൂതിരി ഒരു കാലത്ത് സൈന്യമായിട്ട് വന്ന് തട്ടിക്കൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോയപ്പോ ഇത് നേരിട്ട് പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം അവിടെ രഹസ്യമായിട്ട് അവിടെ പോയി താമസിച്ച് രഹസ്യമായിട്ട് ചാരപ്പണിയിൽ ഏർപ്പെട്ടിട്ട് അവിടുന്ന് ഈ അന്നത്തെ തിരുവിളനാട് ക്ഷേത്രത്തിന് സാമൂതിരി തൊഴാൻ പോകുമ്പോൾ ഇത് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അന്നത്തെ അകമ്പടിക്കാരെ വേഷത്തിൽ അവരെ സോപ്പിട്ടു. അവരൊരു പണിക്കന്മാരാണ് അകമ്പടിക്കാർ. അവരെ സോപ്പിട്ടിട്ട് അവരെ വേഷത്തിൽ വളരാൻ നിന്ന് ഈ വാള് വാങ്ങി അങ്ങനെ തിരിച്ച് നേരെ വേണാട് സ്വരൂപത്തിന് അഭയം പ്രാപിച്ചു. അവിടുന്ന് അദ്ദേഹം അത് ഒരു പല്ലക്കും ഇങ്ങോട്ട് കൊടുത്തു കയറ്റി കൂടെ. അപ്പൊ ഈ പല്ലക്കിൽ ഇരുന്നിട്ട് അധികം പൂരം കാണാൻ പോയിരുന്ന ഒരു എഴുന്നള്ളിപ്പ് വന്ന ഒരു സംഭവമാണ് പിന്നീട് ആര്യങ്കാവ് പൂരമായിട്ട് പരിണമിച്ചിട്ടുള്ളത്. കുതിര എന്നൊരു അകമ്പടികളാ ഇദ്ദേഹത്തിന്റെ അകമ്പടി സെക്യൂരിറ്റി കുതിര അതാണ് അവസാനം പൂരമായിട്ട് മാറിയത്. ശരി സാർ, നന്ദിയുണ്ട്.
ഉത്സവ സമയത്ത് ക്ഷേത്രത്തിന് മുൻപിൽ പനയോലകളെല്ലാം വെച്ച് ഇതുപോലൊരു കുടിൽ കെട്ടിയിരിക്കുന്നത് കാണാം. പണ്ടാരക്കുടിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഉത്സവ സമയത്ത് ദേവിയുടെ കൂട്ടാളികൾ ഇതിനുള്ളിൽ വന്നിരുന്ന് കൂത്ത് കാണുന്നു എന്നാണ് വിശ്വാസം. തട്ടനെ കൊണ്ട് മറ്റേ ഇത് ഭാവി നോക്കിയിട്ടുണ്ട്. അപ്പൊ എരുമപ്പെട്ടി ശങ്കരങ്കാവിലെ അമ്മയാ. ജാതിയോ മതവും എനിക്കില്ല. നമുക്ക് എല്ലാ ജാതിയും എല്ലാ മതവും ഒരുപോലെ. വലുവിനെ നിന്നിക്കില്ല, ചെറിയ ആളെ വന്നിട്ടില്ല. ആൾക്കാരെ കാണിക്കാനും പോവില്ല, കാരണങ്ങളെ അതിരിക്കാനും കൈ നിറച്ച് രേഖയില്ല, കയ്യിൽ 3 രേഖ. അപ്പൊ നമ്മുടെ ആര്യങ്കാവ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ച്. ഞങ്ങളെ തോൽപ്പാവക്കൂത്ത് കാണണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇപ്പൊ ബാല നടന്നുകൊണ്ടിരിക്കുള്ളൂ. ബാല കഴിയുമ്പോൾ ഏകദേശം 10:30-11 മണിയൊക്കെ ആവും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങാനായിട്ട് വെളുപ്പിന് വരെ ഉണ്ട് തോൽപ്പാവക്കൂത്ത്. അപ്പൊ വളരെ ലേറ്റാവും. അതുകൊണ്ട് തോൽപ്പാവക്കൂത്ത് കാണാൻ നിൽക്കുന്നില്ല. അപ്പൊ നമ്മുടെ സുഹൃത്ത് ഈ വീഡിയോ തുടക്കം കാണുന്ന പ്രജീഷേട്ടൻ, പുള്ളി തോൽപ്പാവക്കൂത്തിനെ കുറച്ച് വീഡിയോസ് എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇവിടെ ഇപ്പോൾ ഉത്സവം തുടങ്ങിയേക്കാണ്. ഏപ്രിൽ 3-ാം തീയതിയാണ് ഇവിടെ അവസാന ദിവസം. അന്നാണ് ഈ കുതിരകളിയും കാളകളിയൊക്കെ ഉള്ളത്. വേറെ തടസ്സമൊന്നുമില്ലെങ്കിൽ അതൊന്ന് കാണാനായിട്ട് വരണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.